എല്ലാരും നമ്മുടെ വണ്ടിയിൽ എല്ലാരും വന്നു. ഇവിടെ ഇതന്നെ കോഫിക്കാ എല്ലാരും ചിരിക്കോ? ഇഞ്ചി ഫുള്ള് കോട മൂടിക്കണേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എന്നാ പോവല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നാ പോവാ 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 അവിടെ. മൊത്തത്തിലൊരു പൂവല്ലേ, നല്ല ഡ്രസ്സിലും പൂക്കളാണ്. അതെ, ഇത് ഡ്രസ് കോഡാണ്. എന്നാ പോവാ അവിടെ. സെറ്റാണ്. നിങ്ങൾക്കുണ്ടോ? ഒരാൾക്കുണ്ടോ? എന്നാ പോവാ. അപ്പോ ഇത് യൂണിഫോമാണ്, ആൾക്കാരെ മറക്കൂല എന്തായാലും. ഇതിക്ക് നോക്കാതെ ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. ഇല്ല, ക്യാമറയ്ക്ക് നോക്കാതെ ഒറ്റുണ്ട്. കുറച്ച് വീഡിയോസ് എടുക്കാം കേട്ടോ. പോട്ടെ 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 പോട്ടെ. അറിയിക്കോളി അറിയിക്കോളി അറിയിക്കോളി. ഇതില് എവിടെ ഒരാൾ കുടിക്കും? കഷ്ണം പിടിക്കും ഇവിടെ. യൂഷ്വൽ നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇതേപോലത്തെ കച്ചവടക്കാരുണ്ടാവും. ഇതേപോലത്തെ സ്റ്റോള് സാധനങ്ങൾ ഉണ്ടാവും. അറിയാട്ടോലി അതിനൊക്കെയുണ്ട്. ആ ഒരു 400 ഉറുപ്പിക എടുത്തോളി. 400 ഓക്കെയാണ്. മുമ്പോട്ട് ചോദിച്ചോളി എത്രയെന്നോ. കോട്ടുണ്ടേ എടുക്ക സെറ്റല്ലേ? പോവാ. പറയൂ. എല്ലാം സെറ്റാണ്. ഈ ഡ്രസ്സിന്റെ പിന്നിലെ കഥ എന്താ? ഒരു വലിയ കഥയാണ്, പറഞ്ഞാൽ തീരുമല്ലോ. കൊറേ പറയാനുണ്ട്. രാത്രി കഴിഞ്ഞിരിക്കുമ്പോൾ വരും. ഇത് അടുപ്പിച്ചതാണോ അതോ അടുപ്പിച്ചാ? ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞത്, അത് സാധനം മെറ്റീരിയലിന് കിട്ടൂല, ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രല്ല, മൊത്തത്തിൽ 2000 രൂപ ഒരു പ്രൈസും പറയണ്ട. കമ്മിയായോ? അപ്പൊ കമ്മീഷൻ പിടിച്ചിരിക്കണം. അപ്പൊ ഡയറക്റ്റ് ഇറക്കിയതാണ്. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ വേറെ ആർക്കും ഇത് കിട്ടും. അവൈലബിൾ അല്ല. ഇത് മഞ്ചേരിക്കാർക്ക് മാത്രം, ഞങ്ങൾക്ക് മാത്രം. മഞ്ചേരിക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ. സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾ 5-6 ആക്കില്ലേ? ഒരാളും കൂടി ഉണ്ട്. പോന്നിട്ടില്ല. ചില സാങ്കേതിക കാരണത്താല് വീട്ടിൽ നിന്ന് പറഞ്ഞ കറക്റ്റ് ആണല്ലോ. അപ്പോഴേ നിങ്ങള് വിഷയാക്കണ്ട, നിങ്ങള് ഫാമിലി ആയിട്ട് പോരി. മൂപ്പര് പേരെന്താ? ഷെഫീഖ് ഭായ്. ഞാൻ ഷെഫീഖാണ്. നിങ്ങൾ വരി കേട്ടോ, ഫാമിലി ആയിട്ട് പോരി. അത് നിങ്ങൾ അഞ്ഞ് ഇവിടെ വന്ന് കമന്റ് ഇട്ടാണ് നിങ്ങൾ നായിട്ടാ. ഇവർക്കപ്പോ ആരും ആളുകൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ 4 ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ 800 കൊടുത്തിട്ട് കിട്ടി. 800 കൊടുത്തോ? 1200 പറഞ്ഞാണ്. 1000 ഓന് വേറെ തരികയാണ്. ഇത് കുഴപ്പമില്ലാന്നാണ്. കുഴപ്പമൊന്നുമില്ല, ജീവിക്കട്ടെ. പിന്നെ നമുക്ക് 70 കിലോമീറ്റർ പോകണ്ട കേട്ടോ.
ആ ഇതെത്ര കൊടുത്ത് എത്ര കൊടുത്ത് ഷോളിന് എത്ര പറയുന്നത് എത്ര ഷാളിന് 150 ആ നിർത്തോളി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ സെറ്റല്ലേ നിങ്ങൾ ഡ്രസ് കോഡ് ഇട്ടാ ഇത് ഡ്രസ് കോഡ് അതിൻ്റെ ഉള്ളിൽ വേറെ ഡ്രസ് കോഡ് ഇവരൊക്കെ അതായത് ഒരാൾ കൊല്ലാണ് ഒരാൾ മലപ്പുറമാണ് മലപ്പുറത്ത് എന്നൊക്കെ പറയില്ല അതാണ് मिलेगा क्या बोलो खाना खाया हंस दो यार क्या बोल रहे हो खाना खाया ब्रेकफास्ट नाश्ता कि चाय पिया कहाँ खाना खाया अब उधर ऊपर खाएगा 10 बजे इधर ही फिर कहाँ जाओगे എന്നറിയോ നേരം വൈകി നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ് കേട്ടോ എപ്പോഴും നേരത്തെ ഇറങ്ങും അപ്പം സമയം എത്രയായി അറിയോ 9:45 9:38 നമ്മൾ 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് 8:45 നമ്മൾ ഇറങ്ങണം ഓക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ് നേരെ ഇനി ഗുൽമർഗിലേക്ക് പോവാണ് ഗണ്ടോള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സെറ്റ് അല്ലേ അവിടെ ബാക്കിൽ കുറച്ച് സ്കൂൾ കുട്ടികളുണ്ട് അപ്പൊ നമ്മൾ നേരെ 70 കിലോമീറ്റർ കേട്ടോ तो നമ്മുടെ ട്രിപ്പ് ഇങ്ങനെയാണ് നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ് ഓക്കെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് റോഡ് ഇങ്ങനെ തന്നെയാണ് ആദ്യം ഇങ്ങനെ നമ്മൾ ശ്രീനഗർ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോപ്പൈലറ്റ് കൂടുതൽ സുമോ ടാക്സി ഐറ്റംസ് കേട്ടോ അതെ യൂണിഫോമിന്റെ കുട്ടികൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് कितना पेट्रोल का 86 अच्छा डीजल पेट्रोल का कितना 100 86 ആണ് പെട്രോളിൻ്റെ റേറ്റ് സോറി പെട്രോൾ അല്ല ഡീസലിൻ്റെ 86 റുപ്യ 86 100 റുപ്യ പെട്രോളിന് 100.14 തോന്നുന്നു ഇത് വീടുകളുടെ ഒക്കെ ഒരു ആർക്കിടെക്ചർ അങ്ങനെ നമ്മളിപ്പോ ഗുൽമർഗിലെത്തി ഇവിടെ വരുന്ന സമയത്ത് ഈ ഷൂ കണ്ടോ ഇപ്പൊ ഞാൻ ഇട്ടീൻ്റെ ഷൂ ഇതാണ് ഞാൻ ഇട്ടീൻ്റെ ഷൂ അപ്പോൾ അത് ക്വാളിറ്റി ഇല്ലാത്ത വിഷയമല്ല കാരണം നനഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലും കാര്യങ്ങളും വരും അപ്പോൾ അതിലേറെ ബെറ്റർ നമ്മൾ ഗുൽമർഗിലേക്കും സോൻമർഗിലേക്കും പഹൽഗാമിലേക്ക് പോകുമ്പോൾ ആ ഷൂ ഇവിടുന്ന് വാങ്ങാം നമ്മൾ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പാസ് ചെയ്യാം അപ്പോൾ ഈ ഷൂ വാങ്ങാം പിന്നെ അതേപോലത്തെ ജാക്കറ്റ് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ജാക്കറ്റ് ഉണ്ട് കോട്ടുണ്ട് പക്ഷെ മുകളിൽ തണുപ്പുണ്ടാവും അപ്പം ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് കൂടെ എന്ത് ചെയ്യുക കയ്യിലെടുക്കുക ഇതിന് രണ്ടും പാടും 300 250-300 റുപ്യക്ക് നമുക്ക് കിട്ടും പിന്നെ ഇവിടെ കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലാതെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ പിന്നെ ഒക്കെ ജീവിതത്തിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ആരും കൊടുത്തു വിടാം അത് ബാർഗിൻ ചെയ്ത റേറ്റ് കുറേയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ പൈ നിൽക്കുന്നില്ല ഒരു 300 ഗുൽമർഗ് ടൗൺ കേട്ടോ എല്ലാവരും ജാക്കറ്റുകളൊക്കെ ഇട്ട് വന്നു നമ്മളെ ഷൂ ഒക്കെ നമ്മളെ വണ്ടിയിൽ വെക്കുക തണുപ്പുണ്ട് കേട്ടോ ചെറിയ തണുപ്പുണ്ട് ഇവിടെ ഒന്നും ഇങ്ങനെയല്ല അതൊക്കെ ഓരോരുത്തർ വരും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെങ്ങനെ നായേറ്റി വിടും വണ്ടികളൊക്കെ വരുമ്പോഴേ ഇപ്പം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് നേരെ
മോൾക്ക് എറിഞ്ഞുകൊണ്ട് 13 കിലോമീറ്റർ നമുക്ക് മോൾക്ക് പോകാണ്ട്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മളവിടെ നടന്ന് ഗണ്ടോളിൻ്റെ അവിടേക്ക് പോകും, അതായത് കേബിൾ കാർ. നമ്മൾ കോട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്ട് നമ്മൾ നേരെ മോൾക്കോ. ഇനി 13 കിലോമീറ്റർ മേലെ കയറാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരാണ് ടങ്മർഗ് കേട്ടോ. ടങ്മർഗ് ഊണ കാഴ്ച ഉണ്ടോ? അടിപൊളി കാഴ്ചകളാട്ടോ. എങ്ങനെയുണ്ട് കാഴ്ചകൾ? എങ്ങനെയുണ്ട്? മോനെ ആരാ ഇറങ്ങാൻ റെഡി ആയിക്കോളി. അങ്ങനെ നമ്മൾ ഗുൽമർഗിലെത്തി. കണ്ടോ ഗുൽമർഗ് ഉണ്ടെങ്കിൽ ഫുള്ള് ഇതേപോലെ. മോനെ കിട്ടില്ല സ്ഥലം ഉണ്ടോ? അപ്പൊ നമ്മള് ഗുൽമർഗിലെത്തി. തണുപ്പുണ്ടോ? ഇവിടെ വരുമ്പോൾ ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള മുറിയറിവില്ല ആൾക്കാരാണ്. കാരണം എന്താ അറിയോ, ഇവരിവിടെ വരുന്ന സമയത്ത് ആളുകൾ ടൂറിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ലൂട്ട് ചെയ്യുന്ന രൂപത്തിൽ ഇവർ എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യും. അപ്പോൾ വരുന്ന ആളുകൾ ആകെ പേടിച്ചു പോകും. വന്ന ആളുകൾക്ക് അറിയണ്ടാവും ഗുൽമർഗിലൊക്കെ വരുമ്പോൾ നല്ല നീറ്റ് ക്ലൈമറ്റാണ് കേട്ടോ. നോക്കി മഞ്ഞുണ്ടാവുന്ന ഏരിയയാണ് ഇതൊക്കെ. ഫുള്ള് ഇപ്പോൾ പച്ചപ്പാണ്. നല്ല ആംബിയൻസ്, കിഡ്ലോസ്കി വൈബ്. രണ്ടോളം ക്ലോസ് ആയിക്കണാവോ. ഇവിടെ വീടുകളൊക്കെ നോക്കി ഭംഗി, കടകളൊക്കെ ഉണ്ട്. വീടല്ല, നിങ്ങൾക്ക് പോകാനുള്ള അതിൻ്റെ മുകളിലേക്കാണ്. ഇപ്പം നമ്മളുള്ള ഇവിടെ ഇനി അതിൻ്റെ മുകളിലേക്കാണ് പോകാനുള്ളത്. മല ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഈ ആളിൻ്റെ അടുത്തേക്ക് വരും, എന്നെ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് മനസ്സിലാക്കണം ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നീ ഒന്നുമില്ല. ഗുൽമർഗിലെ അമ്പലമായിട്ട് ടെമ്പിള്. അപ്പുറത്ത് പള്ളിയൊക്കെ ഉണ്ട് വേറെ. ഇയാളാണ് മെല്ലെ മെല്ലെ അങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പാവാണ്, നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജീവിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ പറ്റിച്ചുകൊണ്ടാകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്ര ക്രൗഡുള്ള സ്ഥലമാണ് അറിയോ ഇവിലൊക്കെ നിൽക്കണ നോക്കി. അതുപോലൊക്കെ ജീവിതം നമ്മളെപ്പോലെ ആളുകൾ വരുമ്പോഴാണ്. പക്ഷെ എന്താ പറയുക, ഒരു പ്രോപ്പർ ഇതായി കണ്ടുകൂടി ക്ലിയർ ചെയ്യുന്നില്ല. ഗവൺമെൻറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഉഷാറായിട്ട് വന്ന് പോവാം. ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ചീറ്റ് ചെയ്യാതെ വിഷയം. ആൾക്കാരൊക്കെ വരുന്ന നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്ങനെ നടന്നു പോകട്ടോ. എന്താ പാട്? എങ്ങണ്ട് കോസ്റ്റ്യൂമൊക്കെ? കോസ്റ്റ്യൂം, ഇതാണ് ഷൂ, റെയിൻകോട്ട്. शीर भाई वो क्या कहाँ जाएगा अभी? वो एक कुछ भी कहाँ जाएगा? घूम के आ जाए जी, घूम के आ जाएगा. आएगा कहाँ से जाएगा? और कुछ बोलो. हाँ ठीक, आप ठीक हो ना? बढ़िया ഇൻഷാല്ലാ. ഞാൻ ചാരോ ठीक है. ഇവിടെ വരുന്ന സമയത്തും സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക, ജ്യൂസ് സാധനങ്ങളൊക്കെ. പവർ ബാങ്ക് എന്തായാലും കൊണ്ടുവരാം. ഗ്ലൗസ്, ജാക്കറ്റ്, മഫ്ലർ. പോവല്ല എന്നാല്
ഒരു കാലടിച്ചു പോവാ. എന്താ പാട്? കഷ്ടപ്പാടൊന്നുമില്ല. ജാക്കറ്റില്ലേ? അല്ല വണ്ടി എവിടെ? ടീ കോഫി മാഗി. എങ്ങണ്ട് തണുപ്പുണ്ടോ? ഉണ്ടോ? ബാഗ് ഷെയിൻ ചെഞ്ചുമ്പോ പഠിച്ചു. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ആയി, കുട്ടികളൊക്കെ ആയി വന്നിരിക്കുന്നു. അതെ തെറ്റല്ലേ? അങ്ങോട്ട് ഒരു ചുവാ ഫുൾ ആംബിയൻസ്, ആംബിയൻസ് ആണ്. അപ്പൊ എല്ലാരും ഒരു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഷമീർക്ക് എവിടെ? എന്താ അടിക്കാം? പാസ് എന്നാ പൂസ കേട്ടോ. കുറിച്ച് കൊടുത്താ തല മിന്നു. പിന്നെ മറ്റേ ചുണ്ടിന്റെ അടിയിലൊക്കെ വെക്കുന്ന സാധനമാണ്. ഇല്ല വെറുതെ ഇവനെങ്ങനെ പിടിച്ചോണ്ടി കഴിയുമ്പേ പാസ് ഇങ്ങനെ പോറുഞ്ഞി. എന്റെ പേരെന്തൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു ചൊല്ലാന്നുണ്ടെങ്കിലോ ലാസ്റ്റിലേ ഫുള്ള് റോങ് ആവും. നോക്കാം കൊടക്ക മിന്നോക്ക്. പറയാ നായ്ക്കളൊക്കെ കട്ട് ചെയ്തു കളിക്കണം. ഗ്രൂപ്പ് കിട്ടുമോ? उधर चलता इधर खराब है ये पे इसको बैंक में कुछ प्रॉब्लम है. अच्छा भाई പോവില്ലേ? പാസ്സായിക്കോളി. മോഡല് പള്ളി കാണും. അവിടെ രാത്രി 8 മണി വരെ ഉണ്ടാവും. എന്തായാലും 1 മണിക്കൂർ എന്തായാലും ഇവിടെ വന്നാലും പാണ്ടി വരും. ക്യാമറ താഴ്ന്നു വെച്ചാൽ മനുഷ്യന്റെ രൂപം വികൃതമാവും. ക്ലൈമറ്റ് മാറി നോക്കി. ഇയാള് ചായ വേണോ ചോദിച്ചാണേ. അതിൽ വിളി ഞങ്ങൾ കുടിച്ചു. മലയാളത്തില് ഓണല്ലേ ഇത് മാറും. ഇതൊന്ന് വെയിലടിച്ചാൽ മാറും. വെയിലടിച്ചല്ലേ ഇതും വൈബ്. ഫുള്ള് കോട മൂടിക്കണേ. തണുപ്പില്ലേ? തണുപ്പുണ്ട്. തണുപ്പുണ്ടോ? പറ്റല്ലേ മാക്കിയുടെ ഷബീർക്കോ വാ അങ്ങോട്ട് വാ. തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? തണുപ്പ് ലേശം. പോട്ടെ വാ. 2 3 സ്റ്റാർട്ട്. നമ്മൾ മഞ്ഞുള്ള ഏരിയ കേട്ടോ ഫുള്ള്. मुन्नी भैया नहीं चाहिए 1 2 3 स्टार्ट. വൈബ് പ്രമാണിച്ചുകൊണ്ട് നമ്മൾ നേരെ ഗണ്ടോളയിലേക്ക് നടക്കുക കേട്ടോ. നല്ല ഫോഗുണ്ട് അവിടെ. ഓയ്
അപ്പളും പറഞ്ഞില്ലേ പോരണ്ട. ഏയ് ഉണ്ടാ പോരണ്ടാന്നേ. ഇന്റെ കൂടെ അല്ല ചൊല്ലിട്. ഒരു പാട്ടാടി പോവാ. അവിടെ പോട്ടെ കൊങ്ങിയോ തരല്ലോ. ഓടല്ലോ ഇവിടുന്ന് ഓടുക. കൈ ഇങ്ങനെ അടി ഓടുക. അത് വേണമെങ്കിൽ നമുക്ക് ഇത് വണ്ടി കൂടെ നല്ല നിങ്ങൾ മൂന്നാളോട് ഓടിക്കൂടി. ഓരോട് കയറിക്കോട്ടെ. നിങ്ങൾ പോയിക്കോ. പോട്ടെ ബാക്ക് പോട്ടെ. അവിടെ ഇങ്ങനെ വരിക്ക് ഇങ്ങനെ നടന്നു വന്നാൽ മതി. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. റീൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ആൾക്കാരിങ്ങനെ മോട്ടറാക്കാൻ നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് വൈബ്. ഓക്കെ റെഡി. ഇല്ല ഇത് ബ്ലോഗാണേ. ഓനും ഓടിക്കോ. എല്ലാരും മോട്ടറാക്കാൻ വേണ്ടി കയറ്റി നോക്കി. ഇവല് വിചാരിക്കും വില മോട്ടറായില്ല. ഇവല് മോട്ടറാക്കി പോട്ടെ. ബാക്ക് പോട്ടെ. എല്ലാരും ഇങ്ങനെ പോട്ടെ. ചിരിച്ചു പോട്ടെ. പോട്ടെ. ചിരിച്ചോളി. ആട്ടുതട്ടിലിൽ പോട്ടെ. എല്ലാരും ഉണ്ട്. ഇതൊന്നുമില്ല. നോക്കി കാൽമുക്ക് നോക്കി. എല്ലാരും മോട്ടറാക്കി ലാസ്റ്റ് നോക്കി. സുഹൃത്തുക്കളെ, ഞാൻ വ്ളോഗില് പറഞ്ഞു നിങ്ങളൊക്കെ മോട്ടറാക്കാണ്. ലാസ്റ്റ് കാലിപ്പോ തയ്യ. എന്താ ഫസ്റ്റ് പോട്ടെ. ബാക്കിലൊക്കെ ഉണ്ടല്ലേ. ഇതിലാരോ പിതാകിരു. പിന്നെ വഴിക്കണ നോക്കണുണ്ടോ? നല്ല രസമുണ്ട് വീഡിയോ. ഇല്ലേ ചെളിയില്ല. നമുക്ക് ഇതാട്ടു അല്ലേ. എങ്ങട്ടാ? പോട്ടെ. എങ്ങോട്ടാ? കാണിച്ചോണം. ഇങ്ങോട്ട് കാണിച്ചോണം. പോട്ടെ. എന്താ പാട്? ക്ലൈമറ്റ് മാറിയാണ്ടില്ല നിങ്ങൾ? പച്ചപ്പൊക്കി ഫുള്ള്. അരൂക്കുന്നല്ലോ. വണ്ടിക്കാർ വിശ്വസിക്കാൻ പറ്റൂല. അരൂക്കുന്നളി കപ്പിൾസൊക്കെ അതിലിങ്ങനെ കയറിക്കോളി. ഇതൊക്കെ കംപ്ലീറ്റ് മൂടുന്ന സ്ഥലമാണ്. നമ്മളാ ഫസ്റ്റ് ടണൽ കയറിയില്ലേ, അവിടെ തന്നെ ഫുള്ള് വെള്ളം മൂടും. റോഡിന്റെ കറുപ്പ് മാത്രമേ കാണുള്ളൂ. ബാക്കി ഇവിടേക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ പിന്നെ ചെങ്ങലിട്ട വണ്ടിയാണ് വരിക. അല്ലേടിയാ നാട്ടിലെവിടെ? ഓക്കെ, ഫുള്ള് വീഡിയോ പരിപാടികളിലാണ്. എൻ്റെ മോനെ നോക്കി ഫുള്ള് കളർ മാറില്ല. അപ്പോൾ എന്താ ഭംഗി. ഇനിയും മാറും. ഇന്ന് വെയിലടച്ചാൽ എന്തൊരു ഭംഗിയായിരിക്കും ഇവിടെ. ഓരോ ഫാമിലികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ കുതിരക്കാർ വന്നു തുടങ്ങി. നമ്മൾ ആളുകളൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷമീർക്ക് ആ ഫാമിലി ഇവിടെ ഉണ്ട്.
നമ്മൾ നെല്ലിക്കുത്ത് ഫാമിലി ഇവിടെ ഉണ്ട്. ജംഷാദും ഫാമിലിയുടെ ഫോട്ടോ എടുക്കണ്. അപ്പുറത്തെ ഹാരിസ് കാ ഫാമിലി, പിന്നെ ഒരട്ട സിംഗിളായിട്ട് ഞാനും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു ഫോട്ടോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, നേക്കട്ടെ സംഭവം നേക്ക് വ്യൂ സംബന്ധിച്ച് എല്ലാവരും മോട്ടറാക്കിയാണ്ട് ഓടിച്ചുകൊണ്ട് ഞാനങ്ങോട്ട് പോകും. പാൻറ്റും ചന്തിയൊക്കെ ആകതായി. കുഴപ്പമില്ല, ഫോട്ടോസ് എടുക്കട്ടെ ഇഞ്ഞോലെ. മക്കളിതിൻ്റെയൊക്കെ വ്യൂ നോക്കി. ഇത് 0.5 കേട്ടോ. ഇനി 5 ഇട്ട് കഴിഞ്ഞാൽ വ്യൂവിൻ്റെ ഭംഗി നോക്കി കേട്ടോ. 5 വലിയ ഭംഗിയൊന്നുമില്ല, 0.5 ഭംഗിയില്ല, ഫുള്ള് കിട്ടും. എന്തൊക്കെയാണ് പറയുന്നത് ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞു ചെറിയൊരു മഴ വീണ്ടും വരുന്നുണ്ട്. നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോണ്. ഇതാണ് അവസ്ഥ. നല്ല ഫോട്ടോകളിൽ നമ്മൾ ഇല്ലാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുക. എല്ലാരും ചിരിക്കോ? ഇഞ്ചി 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 പോരണ്ടാ നമ്മള് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും കഴിഞ്ഞു. പോട്ടെ നടന്നോളി. സെറ്റല്ലേ? ഓക്കെ. അവിടെ സൈൻസാ ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മേലെ അങ്ങനെ നടക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ പോവാ. എങ്ങനെ ഫോട്ടോസൊക്കെ അടിപൊളി കിട്ടിയില്ലേ? ഞാൻ അതിന്റെ മേലേക്ക് പോണേ ഏറ്റവും മേലേക്ക്. ടോപ്പിക്ക് അടിപൊളി വ്യൂക്കി ഫോട്ടോ കണ്ടിട്ട് ഞാൻ ടോപ്പാകാരം. ഇതൊന്ന് കണ്ടാ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരിട്ടോ. ഈ നമ്പർ എഴുതിച്ചോളി. 77 36 524 326 അല്ലെങ്കിൽ 73. അടുത്ത് വേറെ നമ്പർ എടുത്ത് എഴുതിച്ചോളി. 73 56. ഞാൻ മറന്നു. വോയിച്ചർക്ക് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അത് ആദ്യത്തെ നമ്പർക്ക് ഞാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഗണ്ടോള റൈഡ് കാണാം. നമ്മൾ വന്നപ്പോൾ കണ്ടില്ല, ഫുള്ള് മൂടിയാണ്. ഇപ്പോൾ ഫുള്ള് സെറ്റായില്ലേ. നേരെ മേലേക്ക് നടക്കുകയാണ്. ആ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് പോകരുത്. നേരെ എന്ത് ചെയ്യുക, ഈ ഒരു ഹിൽ ടോപ്പ് പറഞ്ഞ ഹോട്ടലാണ്. മിസായി ലവ് ബർഗർ മിയാസാണ് ഷോപ്പാണ്. അതിലിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നേരെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇത് അതാണ് ഗണ്ടോളൻ്റെ ഇത് എൻട്രൻസ്. അവിടെ പോവാ. ഇഷ്ടംപോലെ വരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ എത്തുക കേട്ടോ. വീഡിയോ എടുത്തോ കഴിക്കണം. ഇതെങ്ങണ്ട് എന്താ സാധനം? ഫ്രഷ് PS. പോവാ അതാ നല്ല ആപ്പിള് കണ്ട ഡെമ്മിയാണ് തോന്നുന്നു. എന്നാ പോവാ, എന്നാ വരി. ബൈക്കണ് നോക്കുക. ഫുൾ കെയറിംഗ് ആണ് നമ്മള്. अभी पैदल नहीं जाना है, फिर पैदल जाना है. ആപ്പിൾ ആകടി പോവാ. അതെന്താ എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ? അല്ലേ ഇതിന്റെ പേര് ഇത് പേസ് മറ്റത് എന്താ പറയപ്പെട്ട പേര് പറയോ? നാസ്പതി. നമ്മളിതിന് പേരക്കാം എന്തൊക്കെ പറയാ? നമ്മളിതെന്തിനാ പറയാ? ഫോണോട്ടെ ഒരു കിട്ടുന്ന ഫോട്ടോ എടുക്കാം. ആ ഫോൺ കൊണ്ട് നമ്മൾ കണ്ടോളെ കയറാൻ വേണ്ടി പോവാണ്. പോവാ, തിരക്കില്ല കേട്ടോ. എന്നാ വരി. ഗ്രൂപ്പിൽ അവനാൻ്റെ ടിക്കറ്റുകളില്ലേ അടുത്ത് പോരി. എക്സൈറ്റഡ്? Yes, we are excited.
केरला से सब हो കേരള നിന്നു. ഇതാണ് വണ്ടി നിന്നു. വണ്ടി നിന്നു. കറണ്ട് പോയി. നല്ല കാല് കുരുത്തല്ല കാല് കറന്ന് പിടിച്ച भैया है हाँ नाम क्या आपका? मेराज भाई भैया. 3 മണിക്കൂർ വരി നിന്നാണ്ട് എത്തുന്ന ഗുൽമർഗിലെ ഗണ്ടോളം വേണേ നമ്മള് നേരെ വരുന്നു കയറുന്നു പോകുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി അവിടുന്ന് നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതിന്റെ മുകളില് താമസിക്കുന്ന ആട്ടിയുടെ മൺഷെഫേർഡ്സ് ഓരോ വീടുകൾ നമുക്ക് അവിടുന്ന് മുകളിൽ കാണാം. അടിപൊളി ഗ്രീനറി ആയിട്ട്. ഇപ്പൊ എന്താ ടോട്ടൽ അവസ്ഥ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. റൂം ഫുഡ് കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ. മഴയൊക്കെ പേടിച്ചതായിരുന്നു, പക്ഷെ ഇവിടെ മഴയൊന്നുമില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിൽ പറയുന്ന പത്രത്തിൽ പറയുന്ന പ്രശ്നങ്ങളൊന്നും. ആളുകൾ റിവ്യൂല് പറയില്ലേ, അത് റിയൽ ആണോ അതോ? തീർച്ചയായിട്ടും റിയൽ തന്നെയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഗൈഡുമാരൊക്കെ സ്റ്റേ എല്ലാം സൂപ്പറാണ്. ഗൈഡുമാർക്ക് ഇങ്ങനെ ഗൈഡുമാരൊക്കെ വളരെ ഡൽഹിയിലും വളരെ നല്ല ഒരാളായിരുന്നു. സൂപ്പറാണ്. ബപ്പുട്ടി കശ്മീരിലോ? കാശ്മീരിൽ പവർ പാക്ഡ് മാൻ. അപ്പൊ നമ്മള് നേരെ ഇനി ഇവിടുന്ന് ബാക്കി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഫേസ് നമ്പർ 1 നമ്മളെ ആൾക്കാരൊക്കെ ഓലൊക്കെ പോയില്ലേ? അവരൊക്കെ പോയി. ഇതാണ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ കുറച്ചുകൂടെ നടന്ന് ഫുള്ള് ഫോഗ് മൂടിയേക്കാണ് ഇപ്പോൾ. കാൽമുകൾ വീണത് നോക്കി ഫുള്ള് ചളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നടന്നോട്ടെ. മറ്റോലൊക്കെ സെക്കൻഡ് ഫേസൊക്കെ പോയി. സെക്കൻഡ് ഫേസ് ഇപ്പോൾ അടിപൊളി വ്യൂ ആട്ടെ. പക്ഷേ എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വ്യൂ ഇങ്ങനെയാണ്. ഈ ഷൂ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലല്ലോ മൂഞ്ചുണ്ടോ. എപ്പോൾ വരുമ്പോൾ ഈ ഷൂ കാര്യങ്ങളൊക്കെ ഇതൊന്നും എടുത്തു വരാം, അല്ലെങ്കിൽ ആകെ ഇമ്മാരി ചളിയൊക്കെ ആയിട്ട് നമ്മൾ ഷൂ ആകതാവും. ഓക്കെ, അപ്പോൾ നമ്മളെ പോലെ വേറെ ആൾക്കാരുണ്ട് ഗണ്ടോളാക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സെക്കൻഡ് ഫേസ്. അങ്ങനെ മേലൊക്കെ പോകും. പിന്നെ തിരിച്ച് വരുമ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് ഇവിടെ വരിക്കണം. റിട്ടേൺ ചെയ്ത് കണ്ടോ എൻട്രി, റിട്ടേൺ എൻട്രി ആണ്. അവിടെ വരിക്കുക, അവിടെ നിന്ന് പോവാം. ഓക്കെ, ഇതിൻ്റെ ലോലി വരട്ടെ, എന്നിട്ട് ഫോട്ടോസ് എടുക്കട്ടോ. कितना कॉफी का? 50 rupees one. സൂപ്പർ കോഫി. റേറ്റ് കൂടിയാലും സാധനം സൂപ്പർ. ഞങ്ങൾക്കുണ്ടോ? पानी मत डालना, पूरा दूध डालो, दूध. എന്താ വേണ്ടത് കടിക്കാൻ? എന്താ വേണ്ടത്? बिस्किट आना. ബിസ്ക്കറ്റ്. एक बिस्किट दे दो. एक ग्लास दे दो, एक ग्लास दे दो. एक मिनट. नहीं इसमें रखो. आप कौन सा है सर? केरला. चेयर पे बैठे हैं. हाँ, चेयर में बिठा लो. നിങ്ങൾ ഇരുന്നോളി. कैसे ली? അല്ല, ഇവിടെ ഇരുന്നോളി, നമുക്ക് ഇരിക്കും. ചായ ഇവിടെ വെക്കട്ടെ. ചളി കൊണ്ടിട്ട് കഴിക്കണം. बिस्किट भी नहीं है कड़ा. आप भी खाओ बिस्किट. नहीं आपका सर. आप खाएगा भैया? दीदी भैया ना दीदी. आर्मी का दे रहे हैं. ഇപ്പോഴും ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് ട്രിപ്പിന് വന്നാൽ. അപ്പം ഇനി നമ്മൾ കുറച്ച് മേലേക്ക് തന്നെ പോയി നോക്കാം അല്ലേ? മേലെ പോവാം, അങ്ങോട്ട് പോവാം. മേലേക്ക് പോവല്ലേ? അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ പോവാം. കുറേ കാലത്തിന് ശേഷം ഇവിടെ കച്ചവടക്കാർ വരാണ്. നമ്മളെ പോലത്തെ വേറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒക്കെ റോട്ടിൽ ഇറങ്ങിക്കാൻ വേണ്ടി വിളിക്കുകയാണ്.
अच्छा മലയാളീസ് ഉണ്ട് കേട്ടോ, അതൊക്കെ മലയാളീസ് ആണ് തോന്നുന്നുണ്ട്. ഇവിടെ ഫുള്ളൊരു കുളം സെറ്റപ്പിൽ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒക്കെ കംപ്ലീറ്റ് മഞ്ഞ് പോകുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഇത് ഫുള്ള് ഇപ്പം മൂടിയിട്ടൊക്കെയാണ്. ഇതൊക്കെ മറ്റേ ഇതിൻ്റെ വണ്ടികളാണ്. ഇത് നമ്മളെ മഞ്ഞിൽ പോണ വണ്ടികളുണ്ടല്ലോ, അത് കച്ചവടക്കാർ പാട്. നല്ല പാട്. ഇതാ മഞ്ഞുകാലത്ത് അതിന്റെ ആ സ്ഥലത്ത് കൂടി അവര് കൊണ്ടുവരെ നമ്മളെ അതില്ലേ നടന്നു വരി, നമ്മളതില്ലേ വർക്ക് നോക്കി നമ്മള് വണ്ടി നിർത്തിയ സ്ഥലല്ലേ, അതിലൊക്കെ ഫുള്ള് മൂടും. പിന്നെ ഇവിടെ ഒന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ ഗ്രൗണ്ടാണ് ഇതേപോലത്തെ. ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കുട്ടന്മാർ വരുന്നുണ്ട്. കൈ എന്തിച്ചോളേ. ആ ഓടികളെ ഓടി ഓടിയ മൂത്തത് ഇപ്പൊ കാഴ്ച നോക്കി ഞങ്ങൾക്കല്ലേ ഇപ്പൊ. അപ്പൊ നമ്മളെ കൂടെ വന്ന ആൾക്കാർ താഴ്ന്ന് മേലെ എത്തിട്ടോ. മേലെ എങ്ങനെ ഉണ്ടായിരുന്നു? മേലെ അടിപൊളിയാണ്. കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ചെറിയൊരു അസ്വസ്ഥത വരുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ തിരിച്ചറിഞ്ഞാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലവർക്ക് ഉണ്ടാവും. നമുക്ക് 85 വയസ്സായ ആൾക്കാർക്കും ഇങ്ങനെ ഫീൽ ചെയ്യൂലേ? അങ്ങനെ അത്ര അങ്ങനെ ഇവിടെ 90 എത്രയാണ് കറുപ്പിച്ച് വന്നിക്കാണ്. അല്ല, ജീവിതത്തിൽ എല്ലാം വേണം. ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്ര ചെയ്യണം. നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ഇതാക്കിയിട്ട് അല്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഫാമിലിനെ കൊണ്ടുവന്നു വിടുവനും. ഫാമിലി തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഇവിടെ കൊണ്ടുവരും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒരു എൻജോയ്മെൻ്റ് ഒക്കെ വേണം ജീവിതത്തിൽ. ഒരു ടൂറ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം എന്നുള്ളതാണ്. അതെ, ഒരു വട്ടം വരാത്തവർക്ക് ഒരു കൊല്ലത്തിൽ വരും. വെറുതെ ഇങ്ങനെ കുറെ പൈസ ഉണ്ടാക്കിട്ടാ ഇതന്നല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ. 60 ജാളിയാക്കുക, വന്ന് കാണാനൊക്കെ കാണാം. 60 കിട്ടിയ പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. 40 കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലാഭം അവിടെ നാട്ടിൽ കിട്ടണേ, ബോണസ് ആണ്. 40 വരെയൊക്കെ അല്ലേ ഉള്ളൂ. സെറ്റാണ്. എങ്ങനെയുണ്ട് നമ്മളെ ഒപ്പം പോന്നിട്ട്? എങ്ങനെയുണ്ട് ടോട്ടൽ എങ്ങനെയെന്ന് പറഞ്ഞു നിങ്ങളൊന്ന്? നല്ല കുഴപ്പമില്ല സാർ. ക്യാമറയിൽ എത്തിയില്ലല്ലോ. ഓക്കെ, പണിക്കാരൻ്റെ സൂം ചെയ്യണോ? ക്യാമറ തിരിച്ചു. ഓക്കെ, ആ എന്നാ അയച്ചു വരും. എന്നാ രണ്ടാമത് വരും. അല്ലല്ല, ഇല്ല. പോലെ അതെ. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് തിരിച്ച് നടക്കാണ്. എങ്ങനെയായിരുന്നു? ഓക്കെ, എങ്ങനെയായിരുന്നു? തണുപ്പുണ്ടോ? എവിടെ തണുപ്പ്? എങ്ങനെയായിരുന്നു? ഗുൽമർഗ എങ്ങനെയുണ്ട്? സൂപ്പർ. കേക്കണ്ടോ? അപ്പോ നമുക്ക് എടുക്കാം, നമുക്ക് താഴ്ന്നെടുക്കാം. അപ്പോ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഇനി തിരിച്ചിറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മള് ഗണ്ടോള റൈഡ് തിരിച്ചിറങ്ങാണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് അവിടെ പോയിട്ട് നേരെ ശ്രീനഗർ പോകും. ഓക്കെ, എങ്ങനെയായിരുന്നു? അടിപൊളി. ഇവിടുത്തെ ആളുകളുടെ വീടാണിത്. ഇനി അടുത്ത പരിപാടി, ഇവരെ ഒരു യൂണിഫോം ഇട്ട് വന്നില്ലേ, അതിനൊരു ഫോട്ടോ എടുക്കാം. ഷൈൻഷി പെണ്ണുങ്ങളും ഫോട്ടോ എടുക്കുന്നു. അവിടെ
യൂണിഫോം ഇട്ടോ പെട്ടെന്ന് ഏയ് ഇവര് ഫുള്ള് യൂണിഫോം മാറ്റിട്ടോ ചുച്ചോക്കി ഈ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ അറിയോ ഓക്കെ ഇതിപ്പോൾ ഞാൻ വീണതാണ് പക്ഷെ ഫുൾ ചളിയൊക്കെ സെറ്റ് ചെയ്തോണ്ടേ രണ്ട് കാര്യം ഫുള്ള് എല്ലാവരും ഒരുമിച്ചിക്ക് അത് കുഴപ്പമില്ല ആ ഷൂന്ന് വേണ്ട എല്ലാവരും വരും മുന്നിൽ കയറി ചങ്ങന്മാർ വരും അപ്പോൾ ഇതിന് പെട്ടെന്നൊന്നുമില്ല ഇന്നത്തെ സംഘഗാനോ യൂണിഫോം ഇട്ടുന്നുണ്ട് ഏയ് 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 ഈ അമ്പാത് ഇതൊക്കെ നിങ്ങളെ പെണ്ണുങ്ങളെ കുട്ടികളെ കാണുമ്പോഴേ ഇതൊക്കെ നിങ്ങളെ കാശ്മീർ പോയിട്ട് കാട്ടിന് കിട്ടും ബ്ലോഗാണ് സിംഗിൾ എടുക്കണോ ഓക്കെ അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ബാക്കിയുള്ള ആൾക്കാരെ കാണാൻ പോട്ടോ ചേഞ്ച് വീണ്ടും ഫോട്ടോ എടുക്കാനാണ് ചേഞ്ച് പൊണ്ടാട്ടി ഫോട്ടോ എടുക്കണേ ചെക്ക റൊമാൻറ്റിക് ആണ്ട് റൊമാൻറ്റിക് വന്നടാ പാണ്ടിപ്പട സിനിമ എടുക്കണോ പാണ്ടിപ്പട അതിലില്ലേ മറ്റേ ഇപ്പം പറയണേ റൊമാൻറ്റിക് വന്നടാ എന്നാ പോരെ റൊമാൻറ്റിക് വന്നടാ പിന്നെ സീരിയസ് ആയിട്ട് നിങ്ങൾ പാക്കേജിൻ്റെ കൂടെ പോരിട്ടോ ആഗ്ര ഡൽഹി കശ്മീർ പഞ്ചാബ് 14 ദിവസത്തെ യാത്രകൾക്ക് നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്താണ്ട് വരുമ്പോഴല്ല കൈകൊണ്ടൊക്കെ ഈ കൈകൊണ്ട് എടുക്കണേ കൈയൊക്കെ നല്ല കടയിലുണ്ട് അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് എടുക്കണേ അപ്പോൾ അതിനും പറയല്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു ഇത് വരാം അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്തി ഇവിടുന്ന് 4 ആൾ ബാക്കിൽ 4 ആൾ ബാക്ക് മുന്നേ ഇതിൽ ഞാൻ ഇവിടെ ഇരിക്കും ഫ്രണ്ടിൽ ഇരിക്കും നിങ്ങളേ ഇതിന് 300 രൂപ നമ്മൾ കൊടുക്കണത് ഇത് നമ്മൾ ആ വണ്ടി ആണെങ്കിൽ സ്ഥലത്തേക്കാണ് ഒരു വണ്ടിക്ക് ഒരു 100 രൂപ എടുക്കാം ഒരു 100 രൂപ നേരെ കിട്ടോ റെയിൽവേ സ്റ്റേഷൻ इनको 2 रिक्शा देना इनको 2 ये 3 बैठो ये 200 रुपए देना 200 पर 2 रिक्शा ആ 100 രൂപ ഉള്ളൂ അത് പെട്ടു അല്ലെ നടക്കണോ അഞ്ചാക്കോ നടക്കണ്ട കുറെ നടക്കണ്ടോ 100 200 രൂപ എടുത്താണ്ട് വിട്ടു അപ്പൊ നമ്മള് ഗുൽമർഗ് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പോവാണ് ഒരു വണ്ടിക്ക് 300 ഒരു മാസത്തിന് ശേഷം ഇയാളെ വണ്ടിയിൽ ഒരാൾ കയറാണെന്നാ പറഞ്ഞത് പാവട്ടോ എങ്ങനെയായിരുന്നു തണുപ്പുണ്ടോ ആ ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ് ഏയ് വേണ്ട വരട്ടോ ഇങ്ങോട്ട് വരട്ടോ അവിടെ നിന്നോ വണ്ടി പേരോ എങ്ങനെ എന്ത് നിങ്ങളെ നയിച്ച നിങ്ങളെ ഫോട്ടോ എടുക്കുക അതിന്റെ ഇടയിൽ വീണു എന്താ സാർ കുളി നന്നായി പോയോ പോലെ തെറ്റിയിരിക്കണേ തെറ്റില്ലേ അവഞ്ഞേ ഇവിടുന്ന് പോവാ എയർഡ്രോപ്പൊക്കെ രാത്രി 512 GB ഫുള്ളാ ഞാൻ ചാരോ ഓക്കെ താങ്ക് യു അതാ കുണ്ടാക്കിയില്ലേ അപ്പൊ നമ്മൾ നേരെ പോവാ എല്ലാവരും നമ്മുടെ വണ്ടിയിൽ എല്ലാവരും വന്നു ഇവിടെ 3-4 ആൾക്കാർ മാത്രം ഭക്ഷണം കഴിക്കണം അതെ അതെ അതായ വേറെ പ്രശ്നമുണ്ട് എല്ലാരോടും പറഞ്ഞു ഭക്ഷണം ചായ എന്ത് കഴിച്ചോടിയാണ് അപ്പൊ ചെറുതായിട്ട് കഴിച്ചോടിയാണ് അപ്പൊ അവരൊക്കെ വണ്ടി കയറി പക്ഷെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി അത്രേ ഉള്ളൂ പക്ഷെ ഞാൻ ഇവിടെ ചാർജ് ചെയ്യാൻ വന്നാണ് ഓക്കെ ഞാൻ സത്യം എന്റെ കൈ ഞാൻ ചാർജ് അപ്പോ ഇനി നമ്മൾ നേരെ വണ്ടിക്ക് പോകണ്ടോ ഇങ്ങോട്ട് ഭക്ഷണം എങ്ങനെയുണ്ട്
അപ്പൊ എല്ലാരും വണ്ടി കയറി എന്നാ പോലെ ഓയ് ഓയ് അവിടെ അപ്പൊ നമ്മള് ഗുൽമർഗിനോട് ഇവിടെ പറയാണ്. ഗുൽമർഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫോട്ടോസ് വീഡിയോസ് കിട്ടിയില്ല? ആയിട്ടില്ല. അപ്പൊ നമ്മള് നേരെ ഇനി ഗുൽമർഗിന്ന് നേരെ എന്റെ പോണ് എവിടെ റൂം ശ്രീനഗർക്ക് പോവാണ്. ഓക്കെ, അപ്പോ ഇനി നാളെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.